കാന്താര വേൾഡ് വൈഡ് കളക്ഷൻ അടിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാന്താര എന്ന വേർഡിൻ്റെ അർത്ഥം എ മിസ്റ്റീരിയസ് ഫോറസ്റ്റ് ഓർ വൈൽഡ് ഫോറസ്റ്റ് എന്നാണ് അർത്ഥം. ആ അർത്ഥം തന്നെയാണ് സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മളെ കാണികളെ ഒരു ഒരു മിസ്റ്റീരിയസ് ഫോറസ്റ്റിനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഇറക്കി വിടുകയാണ്. സംവിധായകൻ്റെ കഴിവ് അതാണ്. നമ്മളെ ആ 2.5 മണിക്കൂർ ഒരു വലിയൊരു കാടിനുള്ളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുപോവാണ്. സിനിമ കഴിഞ്ഞ് കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൊരു ഫീലാണ്. അതുപോലത്തെ ഒരു വിഷ്വൽ ട്രീറ്റാണ് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഋഷഭ് ഷെട്ടി എന്ന് പറയുന്ന 42 വയസ്സുകാരൻ ഒരുപാട് കഷ്ടപ്പെട്ട്, അതായത് ഹോട്ടലിൽ ക്ലീൻ ബോയ് ആയിട്ടും ഡ്രൈവറായിട്ടൊക്കെ കഷ്ടപ്പെട്ട് സിനിമ എന്ന ആ ഒരു വേൾഡിൽ എത്താൻ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇന്ന് അദ്ദേഹം സക്സസ് ആയി നിൽക്കുകയാണ്. ദൈവമായുള്ള റിസൾട്ട് കൊടുത്തു. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡിലേക്ക് പടം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഋഷഭ് ഷെട്ടി എന്നൊരു വലിയൊരു ബ്രാൻഡ്, നമുക്കറിയാം രാജമൗലി KGF ഡയറക്ടർ, ആ ഒരു കാറ്റഗറിയിലേക്ക് ഇന്ന് ഋഷഭ് ഷെട്ടിയുടെ പേരും ഉയർന്നു കഴിഞ്ഞു. ഇനിയൊരു പക്ഷേ അടുത്ത 2-3 സിനിമകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ഡയറക്ടർ ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റിയാണ്. കാരണം ഇത്തരം സിനിമകൾ പിടിക്കാൻ ഭയങ്കര എക്സിക്യൂഷൻ പവർ വേണം. കാരണം ഇതൊരു ബ്രഹ്മാണ്ഡ പടമാണ്. എവിടെയെങ്കിലുമൊക്കെ ഫ്ലോപ്പ് വന്നു കഴിഞ്ഞാൽ അത്രയും കോടികളുടെ നഷ്ടം പ്രൊഡക്ഷൻ കമ്പനിക്ക് വരും. അത് കരിയർ തന്നെ ബാധിക്കും. പക്ഷേ സക്സസ് ആയി കഴിഞ്ഞാൽ ടോപ്പ് ലെവലിലേക്കാണ് വരിക. അതുപോലെ തന്നെ ഒരു ടോപ്പ് ലെവലിലേക്ക് ഇന്ന് അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. അപ്പോൾ കാന്താര കാണാത്തവർ തന്നെ തിയേറ്ററിൽ പോയി കാണണം. കാരണം അതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഇത് നമുക്ക് 10-25 ഇഞ്ച് TV കണ്ടു കഴിഞ്ഞാലൊന്നും നമുക്ക് ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇത് തിയേറ്ററിൽ പോയിട്ട് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.